ನಮ್ಮ ಪ್ಯಾಷನ್ ಪಾಸ ಮಾತ್ರ ಒಂದು ಕಾಣಿಸಿದೆ സന്തോഷമാണെന്ന് പറഞ്ഞു. അതുപോലെ സിനിമയിൽ ഇപ്പോൾ കയറിയപ്പോഴും വേദികൾ IFFKയുടെ വേദികളിലൊക്കെ കണ്ട് ശീലമുണ്ട്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെയുള്ള IFFK വേദികളിൽ പങ്കെടുത്തൊരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ IFFK എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒപ്പം എങ്ങനെയാണ് IFFK മാറ്റം, എന്തെങ്കിലും മാറ്റങ്ങൾ വീക്ഷിച്ചിട്ടുണ്ടോ ഈ വർഷങ്ങളായിട്ട്? ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം IFFK ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഓരോ സമയത്ത് ഷൂട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് മുമ്പ്, സിനിമയിൽ വരുന്നതിന് മുമ്പ് മാത്രമേ ഞാൻ IFFKയിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിങ്ങനെ വലിയ മാറ്റങ്ങളെ കുറിച്ച് അറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മലയാള സിനിമയെക്കുറിച്ച് എപ്പോഴും ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് എവിടെ ചെന്നാലും ഇപ്പം ഞാൻ തമിഴിലൊരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇത്രയും നല്ല സിനിമകൾ എടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെ IFFK പോലെയുള്ള മേളകൾ ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. കാരണം നമ്മളുടെ പ്രേക്ഷകർ, ഇപ്പോൾ ഞാൻ അടക്കമുള്ള പ്രേക്ഷകർ, നമുക്ക് ഇത്രയും വലിയ എക്സ്പോഷർ വേൾഡ് സിനിമകളിലേക്ക് ഇത്രയും വലിയ എക്സ്പോഷർ കിട്ടുന്നത് ഈ ഒരു വലിയ മേള അതിനൊരു വലിയ റീസണാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ മേളകൾ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരെയും നമ്മുടെ സിനിമകളെയും മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഡസ്ട്രികൾ വെച്ച് നോക്കുമ്പോൾ ഒരു പടി മുന്നിൽ നിർത്തുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മേളകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് പിന്നെ മനോജ് ആ ഒരു സമയത്ത് ചലച്ചിത്രങ്ങൾ എന്താണ്, സിനിമ എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു പ്രായമാണ്. കാരണം അന്ന് നമുക്ക് സ്ക്രീനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രധാനമായിട്ടും സ്പെഷ്യല് കാണുന്ന സിനിമയും അതുപോലെ തന്നെ ആകാശവാണിയിലുള്ള പേര് രാവിലെ 10 വയസ്സുള്ളപ്പോഴാണ് കാര്യങ്ങൾ വന്നതെന്നും മാം പറഞ്ഞു. ഞാൻ അത്രകാലം മുതൽ ഈ സിനിമകൾ കാണുന്നുണ്ട്. ഈ സിനിമകൾ പ്രത്യേകിച്ച് മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്ന സാഹചര്യത്തിൽ ഈ മേളകൾ എങ്ങനെയാണ് മലയാളി ആസ്വാദകരുടെ ആസ്വാദനത്തെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നു? മലയാള സിനിമയുടെ ഒരു ക്യാൻവാസ് എന്നുള്ളത് വളരെ വിശാലമാക്കി തീർക്കുന്നത് IFFK വെച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത്. മലയാള സിനിമ ആസ്വാദകരുടെ ആയാലും സിനിമ സൃഷ്ടിക്കുന്ന കലാകാരൻ്റെ ആയാലും രണ്ടുപേരുടെയും ആ ഒരു ക്യാൻവാസ് വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചലച്ചിത്രങ്ങൾ നമ്മുടെ IFFKയിൽ സ്ക്രീൻ ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെ നമുക്കൊരു വലിയ സൗഭാഗ്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ലോക സിനിമ കേരളത്തിലേക്ക് വിരുന്ന് വരികയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ലോകോത്തര സിനിമകൾ നമ്മൾ ലോകത്തിന് എല്ലാ കലാ ആസ്വാദകരുടെയും മുന്നിൽ, എല്ലാ സിനിമാ ആസ്വാദകരുടെയും മുന്നിൽ സമ്മാനിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആ ഒരു വിനിമയമാണ് എനിക്ക് തോന്നുന്നു IFFKയുടെ ഏറ്റവും കാതലായിട്ടുള്ളൊരു ഭാഗമുള്ളത്. കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു സാംസ്കാരിക വിനിമയം, ചലച്ചിത്രങ്ങളിലൂടെ നടക്കുന്ന ആ ഒരു സാംസ്കാരിക വിനിമയം അവൾക്കൊപ്പമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ അംഗീകരിക്കും? അങ്ങനെ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ആ ചോദ്യം